എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈബ്രിഡ് ഗപ്പി മിക്സായി പോയതൊക്കെ കൊടുക്കാനുണ്ട്. പെയർ വെറും 10 രൂപയാണ്. പിന്നെ സാധാ ഗപ്പിയുണ്ട്, പല വെറൈറ്റികളും ഉണ്ട് കൊടുക്കാൻ. എല്ലാം പെയർ ഒരു ജോഡി 10 രൂപയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും വാങ്ങിക്കുക. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പ്ലേസ് തിരുവല്ലയാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, ടാങ്ക് അങ്ങ് നിറഞ്ഞു. എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കൂടുതലും മെയിലിനെയാണ്. ഫീമെയിൽ ഇനിയും കുറേ വിറ്റ് പോകാനുണ്ട്. ഫീമെയിൽ ബ്രീഡ് ആറായത് ഇഷ്ടം പോലുണ്ട്. അതിനൊക്കെ പല ടൈപ്പ് ഫീമെയിലുണ്ട്. വെയിൽ ടെയിൽ ഫീമെയിലുണ്ട്, പിന്നെ നോർമൽ ഫീമെയിലുണ്ട്, പിന്നെ പല ടൈപ്പ് ടെയിലെ കളറുള്ളതുണ്ട്, വൈറ്റ് കളറുള്ളതുണ്ട്, പിന്നെ അങ്ങനെ പല കളറുള്ള. ഇത് പഴയ സാധാ ഗപ്പിയാണ്, നല്ല ടെയിലിൽ നീളം വരുന്ന ടൈപ്പ്. ഇതൊക്കെ ചിലവരുടെ കയ്യിലേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ വാങ്ങിക്കാനുള്ള അടിപൊളി അവസരമാണിത്. കൂടുതലും എൻ്റെ കയ്യിലുള്ള റെഡ് കളറാണ്. കൂടുതലും റെഡ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് റൗണ്ട് ടെയിൽ റെഡ്, പ്യുവർ റെഡ് ഉണ്ട്, പിന്നെ ലൈറ്റ് ഷെയ്ഡ് റെഡ് ഉണ്ട്, പിന്നെ ഡാർക്ക് ഷെയ്ഡ് റെഡ് ഉണ്ട്. റെഡ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ബ്രസീലിയൻ റെഡ് വരുന്നുണ്ട്. അതിൻ്റെ പക്ഷേ മെയിലേ കൊടുക്കാനുള്ളൂ, ഫീമെയിൽ ഇല്ല. ഇതോളം കുറേ ആയിട്ടുണ്ട്. ഇപ്പം കൈ തന്നെ കിട്ടുമ്പോൾ ഇങ്ങനെ നിറച്ച് കൂട്ടത്തോടാണ് വരുന്നത്. പിന്നെ ഇണങ്ങിയതാണ് ഗപ്പിയെല്ലാം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് എല്ലാം അടുത്തോട്ട് വരുന്നത്. പക്ഷേ തീറ്റ നല്ലപോലെ വേണം. അതുപോലെ നിറച്ച് ഗപ്പിയുണ്ട്. ഇപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് വാങ്ങിക്കുക. അതുകൊണ്ട് ഇത് റൗണ്ട് ടെയിലുള്ള ബിഗ് ഇയർ മിക്സ് ആയത്. പിന്നെ ഇത് ഗോൾഡൻ ഗപ്പി, സാധാ ഗോൾഡൻ ഗപ്പി, പഴയ വെറൈറ്റിയാണ്. ഇഷ്ടം പോലെ ബ്രീഡായി കിട്ടും ഈ സാധനം. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ചുണ്ട്. ഹൈബ്രിഡ് പിന്നെ മിക്സ് ആയതൊക്കെ കറക്റ്റ് ഫീമെയിലും മെയിലും അങ്ങനെ കറക്റ്റ് കിട്ടണമെന്നില്ല. എല്ലാം മിക്സായി ഇറങ്ങുന്നതാണ്. സാധാ ഫീമെയിലിനെ വാങ്ങിച്ചാലും ചിലപ്പോൾ ബ്രീഡായി കഴിഞ്ഞാൽ കറക്റ്റ് ഇനത്തിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടും. എല്ലാം മിക്സായി കിടക്കുവാണ്. അപ്പോൾ ഏതിനാണ് ബ്രീഡാകുന്നത്, ഏത് ബ്രീഡാകുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ബ്രീഡാകാറായ ഫീമെയിലിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാലും ബ്രീഡായി കിട്ടുമ്പോൾ വേറെ ഇഷ്ടം പോലെ പല വെറൈറ്റികളും കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക. ഫീമെയിലാണ് ഇനിയും കുറേ വിറ്റ് പോകാനുള്ളത്. കൂടുതലും എല്ലാവരും മെയിലിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഫീമെയിൽ ബ്രീഡായി കിട്ടും കഴിയുമ്പോൾ ഇഷ്ടം പോലെ ഇൻഡയറക്റ്റ് കുഞ്ഞുങ്ങൾ കിട്ടും. ഇതോളം എല്ലാം ഇത് കുറേ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇനിയൊരു ഡൗട്ട് കാണും, എൻ്റെ ഈ ഗപ്പി ചാകുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇത് ചാകുന്നുണ്ട് ചില സമയത്ത്. അതെന്ത് കാരണത്താലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം ബ്രീഡാണ്. അതായത് റൗണ്ട് ടെയിലും ഇത് ലോങ് ടെയിലുണ്ട്, ഡെൽറ്റ ടെയിൽ വരുന്നത്. അത് തമ്മിൽ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചാകുന്നതാണ് ഈ അടിയിൽ പോയി ചത്ത് കിടക്കുന്നത്. ഇതിപ്പോൾ സാധാ ഗപ്പി ചത്തതാണ്. അത് ആ വാലിന് നീളം വെക്കുന്ന ടൈപ്പ്. അപ്പോൾ ഇത് ചാകാൻ കാരണം തന്നെ ഈ റൗണ്ട് ടെയിലുള്ള ഹൈബ്രിഡ് മിക്സ് ആയത് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഈ സാധാ ഗപ്പിയുമായിട്ട് ചേരത്തില്ല, ചില ബ്രീഡുമായിട്ട് തമ്മിൽ. അപ്പോൾ ഫൈറ്റ് ചെയ്ത് അന്നേരം കൊല്ലും. അതായത് ഓടിച്ചിട്ട് കൊത്തും, അല്ലെ ചിലപ്പോൾ പതുക്കെ കുറച്ച് കൊത്തിപ്പറിച്ചേ കൊല്ലത്തുള്ളൂ. ചിലതങ്ങ് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്ത് അന്നേരം കൊല്ലും. ഇതിപ്പോൾ സാധാ ഗപ്പി തിരിച്ച് അറ്റാക്ക് ചെയ്താണ് റൗണ്ട് ടെയിലുള്ള പ്ലാറ്റിനം റെഡിനെ. ഇതുകൊണ്ട് പ്ലാറ്റിനം റെഡുമായിട്ട് മിക്സ് ആയതാണ്, ബിഗ് ഇയർ അല്ല, ഇത് മിക്സായി വന്നതാണ്. ഇതുകൊണ്ട് നല്ലൊരു മെയിലായിരുന്നു, പക്ഷേ ചത്തുപോയി. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇത് ചില ബ്രീഡ് മാത്രമേ അങ്ങനെ ഫൈറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഒരെണ്ണം അടിയിൽ പോയി ചാകാൻ കിടക്കുവാന്ന് തോന്നുന്നത്, അതും ചത്താൻ തോന്നുന്നു. വേണ്ട, ഇത് കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഫൈറ്റ് ചെയ്യുന്നതാണ് ഇടയ്ക്ക്. ചിലത് തിന്നും കുഞ്ഞുങ്ങളെ അങ്ങ്, ചിലത് തിന്നത്തില്ല, കൊന്നിടത്തേ ഉള്ളൂ. ഈ ടാങ്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത പല വെറൈറ്റികളും കാണാൻ പറ്റും. ഇതോളം വാങ്ങിക്കാനുള്ള അടിപൊളി ഒരു അവസരമാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങൾ ചത്തതാണ്. ഇത് ചിലപ്പോൾ തമ്മിൽ കൊത്തിപ്പറിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഫുഡില്ലാതെ വരുമ്പോൾ. ഇടയ്ക്ക് ഫുഡിൻ്റെ അളവ് കുറയുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും. ഇതോളം ഭയങ്കര നിറച്ചായി, അതായത് ഇങ്ങനെ തിങ്ങി നിൽക്കുവാണ്. ഇതിൻ്റെ എണ്ണം കുറച്ചാലേ അടുത്ത ബാച്ചിനെ കിട്ടത്തുള്ളൂ. എന്നിട്ട് വേണം അടുത്ത ടാങ്കിൽ നിന്ന് ഇതിനകത്തോട്ട് ഇറക്കാൻ. എന്നിട്ട് ഞാനിപ്പോൾ സാധാ ഗപ്പിയുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്സഡ് ഗപ്പിയും ഹൈബ്രിഡ് മിക്സ് ആയതിൻ്റെ എണ്ണം കുറയ്ക്കും. എന്നിട്ട് പുതിയ നല്ല അടിപൊളി വെറൈറ്റി ഗപ്പിയെ വാങ്ങിക്കാനാണ്. അതിനൊക്കെ ഇനി നല്ല റേറ്റ് ആവും. അതിനിപ്പുറം ഈ ടാങ്കിലുള്ളതിനെല്ലാം കൊടുക്കണം. ഇതാണ് ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങിയ ടാങ്ക്. അയ്യോ, ഇതിനകത്തായിരുന്നു ഫസ്റ്റിലെ മോളിയും പ്ലാറ്റി. അന്ന് പക്ഷേ യൂട്യൂബ് ചാനലില്ലായിരുന്നു. ഇതൊക്കെ ചത്തതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജ് ബോക്സിലിട്ടാലും ഇതിൻ്റെ ഇരട്ടി കുഞ്ഞുങ്ങളെ കിട്ടും. ഇത് നല്ല ചെയിലിന് നീളം വരുന്ന ടൈപ്പാണ്. ഇത് മിക്കവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണിത്. കൂടുതലും റെഡാണ്, പിന്നെ റെഡ് അല്ലാത്തതൊക്കെ ഇറങ്ങുന്നുണ്ട്. റെഡ് അല്ലാത്ത ഫീമെയിൽ കുറേയുണ്ട്. ഇത് ബിഗ് ഇയർ മിക്സ് ആയത് വന്നതാണ്. ഇതോളം നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് വലുതായി വരുമ്പോൾ. ഇതോളം വാങ്ങിക്കേണ്ടവർക്ക് പെട്ടെന്ന് ഈ നമ്പറിൽ നിന്ന് വിളിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് അടിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വളർത്തുന്ന മിക്സഡ് ഗപ്പിയാണോ അതോ നിങ്ങളുടെ ഹൈബ്രിഡ് ഗപ്പിയാണോ ഞാൻ വളർത്തുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്?
എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്നിട്ട് വേണം എനിക്ക് വേറൊരു ടാങ്ക് സെപ്പറേറ്റ് എടുത്തിട്ട് ഹൈബ്രിഡും സാധാ മിക്സതും കൂടെ മിക്സഡ് ആക്കിയിട്ട് ഇതുപോലെ വേറൊരു ടാങ്ക് സെറ്റ് ചെയ്യാൻ. അതോ നിങ്ങൾ പ്യുവർ ഹൈബ്രിഡ് ഗപ്പിയാണോ ഇഷ്ടം? എന്തുകൊണ്ട് ഇതൊക്കെ പഴയ സാരിവാലൻ ഗപ്പിയാണ്. ഇതും പെയർ 10 രൂപയാണ്. എന്തുകൊണ്ടും ഇതൊക്കെ പഴയ വെറൈറ്റി, ഇതൊക്കെ നല്ല സാധനമാണ്. നിങ്ങളിപ്പോൾ ഗൾഫിലോ വല്ലതും പോവുകയാണെങ്കിൽ, ഇന്ത്യക്ക് വെളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ ടാങ്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് പൂത്താടിയൊന്നും ഉണ്ടാകാതെ വരുമ്പോൾ നിറച്ച് ബ്രീഡായി കിട്ടാൻ ബെസ്റ്റ് സാധനമാണ് ഇതിനെ വളർത്താൻ. തീറ്റയൊന്നും കൊടുക്കണ്ട, പായൽ മാത്രം തിന്നാണേലും കിടന്നോളൂ. ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ സാധാ ഗപ്പികളാണ് മൊത്തം. അതുകൊണ്ട് വീറ്റെയിൽ എന്ന് പറഞ്ഞാൽ പഴയ ഗപ്പി വെറൈറ്റി. ഇതൊക്കെ ഇതൊന്നും ഇല്ല ഇപ്പോൾ ചിലവരുടെ കയ്യിലൊക്കെ ഉള്ളൂ. എന്തുകൊണ്ടെങ്കിലും ഇത് കിണറ്റിലൊക്കെ ഇടാനും പൊളിയാകും. മിക്കവാറും കിണറ്റിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ജീവികളുണ്ടെങ്കിൽ തിന്നോളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.